ശേഷം മാത്രമാണ് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചത്, അമ്മയ്ക്ക് ഇപ്പം കാല് വേദനയൊന്നും ഇല്ലേ, ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, മാതാവിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു വൈബ്രേഷൻ പോലെ തോന്നി, എനിക്കിപ്പോൾ ഒരു വേദനയും ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിൽ ഞാൻ ഒരു പേര് രേഷ്മ, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 10-ാം മാസം 27-ാം തീയതിയാണ് ഞാനിവിടെ വരുന്നത്. ആദ്യമായി ഞാൻ കൃപാസന അമ്മയെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരിക്കുന്ന സമയത്താണ്. അമ്മ 10-25 വർഷം കൊണ്ട് അമ്മ കൈത്തറിയുടെ ജോലിയാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക് കൈ തേയ്മാനം, കാൽ തേയ്മാനം, നട്ടൽ തേയ്മാനം, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളും മെഡിസിൻ എല്ലാം കഴിച്ച് അമ്മയ്ക്ക് അവസാനം ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തിട്ടും അമ്മയ്ക്ക് ഒരു മാറ്റവും വരാതെയായി. അങ്ങനെ അവസാനം MRI സ്കാനിന് ചെയ്തിടുന്ന സമയത്ത് സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. ആ ടൈമിനാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു ആൻറ്റി വരുന്നത്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ്. വീട്ടിൽ വന്ന് അമ്മയ്ക്ക് ഉടമ്പടി തൈലവും കാശുരൂപവും എല്ലാം തന്ന് ഞങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. എന്നിട്ട് എനിക്കും ഒരു കാശുരൂപം തന്നിട്ട് എന്നോട് പറഞ്ഞ്, മോളെ ഒരു കാര്യം ചെയ്യുക, അമ്മയും കൊണ്ട് കൃപാസനത്തിലോട്ട് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കൃപാസനത്തിൽ പോകാനായിട്ട് എനിക്കും അമ്മയ്ക്കും ഒറ്റയ്ക്ക് പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് ഇപ്പോൾ 1 മിനിറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് 2 മിനിറ്റ് ഇരിക്കേണ്ടി വരും. കാര്യം കൈ പിടിച്ച് കൊണ്ട് നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അമ്മയ്ക്ക് ജോലി ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഓഫീസിലുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അങ്ങനെ ആ ചേച്ചിയും ആ ചേച്ചിയുടെ അമ്മയായിട്ട് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ ബുക്ക് ചെയ്തു. ട്രെയിനിനടുത്ത് വന്നെങ്കിലും നമുക്ക് ആ ട്രെയിനിൽ കയറാൻ പറ്റിയില്ല. ട്രെയിനിൻ്റെ മുന്നേ നിൽക്കുകയാണെങ്കിലും ഇതിലേത് ട്രെയിനാണെന്നുള്ള ഒരു ഇതിലായിപ്പോയി. അങ്ങനെ ട്രെയിൻ എടുക്കുന്ന ടൈമിന് ഞാൻ ചാടി കയറിയെങ്കിലും അമ്മയ്ക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങി. പിന്നെ ഞാൻ ഒരു ഹിന്ദുവാണ്. ആ ടൈമിന് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് പോകണ്ട മോളെ, നമുക്ക് മഹാദേവൻ എന്നെ പോവാൻ സമ്മതിക്കുന്നില്ല, നമുക്ക് തിരിച്ചു പോകാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ ടൈം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാതാവിനെ കണ്ടേ പറ്റത്തുള്ളൂ, നമുക്ക് ബസ്സിൽ പോവാം, വാ അമ്മ പോവാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ 4 പേരുമായിട്ട് തമ്പാനൂർ വന്ന് അവിടെ നിന്ന് ബസ്സിൽ കയറി. ഇവിടെ ഒരു 1:30 ആയപ്പോൾ എത്തി. ആ ടൈമിന് ഉടമ്പടി എടുക്കുന്ന സമയമായിരുന്നു. ഞാൻ അമ്മയെ ഇവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങി കൈ പിടിച്ച് അമ്മയെ ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഇരുത്തിയതിന് ശേഷം ഞാൻ നേരെ ഉടമ്പടി എടുക്കാനായിട്ട് പോയി. ഉടമ്പടിയിൽ ഞാൻ ഒന്നാമത് വെച്ച നിയോഗം തന്നെ എൻ്റെ അമ്മയുടെ കാര്യമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ സുഖപ്പെടുത്തണം. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നട്ടൽ സർജറി ചെയ്താൽ പിന്നെ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. അമ്മയ്ക്ക് നടക്കാൻ പറ്റുമോ എന്താണെന്ന് അറിയാത്തൊരു കൺഫ്യൂഷനായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് അമ്മയും വിളിച്ചിട്ട്, വാ അമ്മ തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 4:30-5 മണിയായപ്പോൾ തിരിച്ചിറങ്ങുന്നത്. ആ ടൈമിന് എൻ്റെ അമ്മ ഫ്രണ്ടിൽ നിന്ന് ആരും പിടിക്കാതെ ഇറങ്ങി നടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. എന്നിട്ട് ഞാൻ അമ്മയോട് ഒന്നും ചോദിച്ചില്ല. ഞാൻ അമ്മ നടക്കുന്ന രീതി നോക്കിക്കൊണ്ട് ഇങ്ങനെ ബാക്കിൽ നിന്ന് തന്നെ പോയി. ആരും പിടിക്കാതെ തന്നെ തിരിച്ച് ബസ്സിൽ കയറുന്നതും കണ്ട് ഞങ്ങളൊരു 11:30-11:45 ആയപ്പം ട്രിവാൻഡ്രത്ത് എത്തുകയും ചെയ്തു. തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചത്, അമ്മയ്ക്ക് ഇപ്പം കാല് വേദനയൊന്നും ഇല്ലേ, ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, മാതാവിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു വൈബ്രേഷൻ പോലെ തോന്നി, എനിക്കിപ്പോൾ ഒരു വേദനയും ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിൽ ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മ ചോറ് കഴിക്കുന്നതിൽ കൂടുതൽ മെഡിസിനാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു 10-20 ഗുളികയോളം ഡെയിലി കഴിക്കുമായിരുന്നു. പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷം 3-4 പ്രാവശ്യം അമ്മയ്ക്ക് ന്യൂമോണിയ വന്നു. അങ്ങനെ 2 ഇൻഹെയിലർ വലിച്ചുകൊണ്ടിരുന്നതാണ്, ശ്വാസം മുട്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞതോടെ എൻ്റെ അമ്മ ഇന്ന് വരെ, ഈ ദിവസം വരെ ഒരു ടാബ്ലറ്റോ ഇൻഹെയിലറോ ഒന്നും വലിച്ചിട്ടില്ല. അമ്മ നല്ല രീതിയിൽ ഇപ്പം പഴയതിനേക്കാൾ ആക്റ്റീവായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ 4 വർഷം കൊണ്ട് എനിക്ക് ചുമ നിർത്താൻ പറ്റാത്ത ചുമയായിരുന്നു. എനിക്കിങ്ങനെ സംസാരിച്ച് ഫുൾ തീർക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. എന്തെങ്കിലും സംസാരിക്കും പെട്ടെന്ന് ചുമ വരും, ഒരുമാതിരി ശ്വാസം മുട്ടായിരുന്നു. എത്ര മെഡിസിൻ കഴിച്ചിട്ടും എനിക്കും ശരിയാകുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഇന്ന് വരെ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ വരുന്ന പ്രശ്നമല്ലാതെ ഇന്ന് വരെ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അടുത്ത് രണ്ടാമതായി ഞാൻ വെച്ച നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമായിരുന്നു. കൊറോണ ടൈമിന് ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് മൊത്തത്തിൽ കടം 60-65 ലക്ഷത്തോളം കടം കയറിയാണ് പുള്ളിയെ ഗൾഫിലോട്ട് വിടുന്നത്. നാട്ടിലായിരിക്കുന്ന ടൈമിന് ബിസിനസ്സൊക്കെ പൊളിഞ്ഞപ്പോൾ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. ഗൾഫിൽ പോയിട്ടും അതേ അവസ്ഥ തന്നെയായിരുന്നു. സാലറി അയക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു 1 വീക്ക് പോലും ആയില്ല. അതിന് മുന്നേ തന്നെ പുള്ളിക്ക് അടുത്ത സൈറ്റിലോട്ട് വോൾട്ടാസിൻ്റെ കമ്പനിയിൽ
ടെക്നീഷ്യനായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ വേറൊരു ആ ഉടമ്പടി എടുത്ത് 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു സൈറ്റിലോട്ട് പ്രൊമോഷൻ കിട്ടി. പുള്ളി അതിനുശേഷം ഇന്ന് വരെ, ഈ നിമിഷം വരെ ഒരു തുള്ളി മദ്യം പോലും ഇന്ന് വരെ കഴിച്ചിട്ടില്ല. എനിക്ക് കറക്റ്റായിട്ട് എമൗണ്ടും കാര്യങ്ങളും എല്ലാം അയക്കുന്നുണ്ട്. അത് മാതാവിനോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. നന്നായിട്ട് എങ്ങനെ നോക്കിയാലും 8-9 വർഷത്തോളം മദ്യപിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പം ഒരു തുള്ളി പോലും കുടിക്കുന്നില്ല. കറക്റ്റായിട്ട് എന്നെ ഫോൺ വിളിക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. മുന്നേ ഫോൺ വിളിക്കുക ഒരാഴ്ച വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച എന്നെ വിളിക്കത്ത ഒന്നുമില്ലായിരുന്നു. ഇപ്പം എൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഇതായിട്ട് പുള്ളി എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. കടബാധ്യതകൾ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം വീണ്ടും വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുന്ന സമയത്ത്, കഴിഞ്ഞ മാസം 12-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കുന്നു. ആ ടൈമിന് എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. ആ ടൈമിന് എൻ്റെ ജോലിയിൽ പ്രശ്നമുണ്ട്. ഞാൻ 8 വർഷം കൊണ്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. 2 വീലർ ഫീൽഡാണ്, ഫിനാൻസ് ഫീൽഡാണ്. പക്ഷേ 8 വർഷം കൊണ്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ എനിക്ക് അവിടെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അതായത് എന്നെ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ ടൈമിൽ ഞാൻ റിസൈൻ ഇടാൻ നിന്നപ്പോൾ എൻ്റെ ഓഫീസിലുള്ളവർ എന്നെ സമ്മതിക്കുന്നില്ല, റിസൈൻ ഇടാൻ പറ്റത്തില്ല, എന്നെ വേറെ എവിടെയെങ്കിലും മാറ്റാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ സിറ്റിയിൽ തന്നെ ഏറ്റവും വലിയൊരു ഷോറൂമാണ്. നന്നായിട്ട് വർക്ക് ചെയ്യാം, നന്നായിട്ട് എൻ്റെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്യാൻ കണക്കിനുള്ള ഷോറൂമാണ് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത്. പക്ഷേ വേറൊരു കുട്ടി അവിടെ വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി എന്നെ ഒരു 15 ദിവസത്തേക്ക് അങ്ങോട്ട് ആക്കിയതാണ്. ടെമ്പററി ആയിട്ട് എന്നെ ആക്കിയതാണ്. അതിനുശേഷം വേറെ എവിടെയെങ്കിലും ആക്കാമെന്ന് പറഞ്ഞ് ആക്കിയതാണ്. ആ 15 ദിവസം കൊണ്ട് ഞാൻ നന്നായിട്ട് ആ ഷോറൂമിൽ വർക്ക് ചെയ്തു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ടാർഗറ്റ്, ആരും അച്ചീവ് ചെയ്യാത്ത രീതിയിൽ ഞാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്തു. ലാസ്റ്റ് 15ാമത്തെ വർക്കിംഗ് ഡേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കരങ്ങിട്ടാണ് പോകുന്നത്. എൻ്റെ മാതാവേ, ഇന്നെൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. എനിക്ക് ഇന്നുകൂടി മാത്രമേ ആ ഷോറൂമിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ രാവിലെ ചെല്ലുന്ന ടൈമിന് എന്നെ GM ഇന്ന് വരെ എൻ്റെ മുഖത്തൊക്കെ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഈ 15 ദിവസം കൊണ്ട്. ആ 15ാമത്തെ ദിവസം രാവിലെ എന്നെ GMൻ്റെ ക്യാബിനിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എത്ര ബിസിനസ് ചെയ്തു. ഞാൻ അത് കാര്യം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു ഇനി മുന്നേ വർക്ക് ചെയ്ത് എവിടെയാണ്. അപ്പോൾ ഞാൻ ആ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ പേരും പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് സാർ. നാളെ പുള്ളിക്കാരി ഇവിടെ വർക്ക് ചെയ്തിരുന്ന ആൾ നാളെ ജോയിൻ ചെയ്യാണ്. അപ്പം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇയാൾ പോകണ്ട, ഇയാൾ ഇവിടെ നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ 2 പേരുമായിട്ട് ഇവിടെ വർക്ക് ചെയ്യൂ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്, ഇവിടെ നിന്ന് നിങ്ങൾ വർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അതെനിക്ക് എൻ്റെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹം. കാര്യം സിറ്റിയിലെ ഏറ്റവും വലിയ ഷോറൂമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരി, ഈ ആക്സിഡൻറ്റ് പറ്റിപ്പോയ പുള്ളിക്കാരിക്ക് ഞാനും കൂടി നിൽക്കുന്നതായപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഈഗോയുടെ പ്രശ്നങ്ങൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്കാരുടെ സീറ്റ് പോകും, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ആയിട്ട് ഞങ്ങൾ 2 പേരും പരസ്പരം അതിന് 8 വർഷം മുന്നേ വരെ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നതാണ്. പക്ഷേ ഈ ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളായി. എൻ്റെ അടുത്ത് മിണ്ടേ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കരത്തിൽ വിഷമിച്ച് ഞാൻ രാത്രി വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് കരങ്ങി പ്രാർത്ഥിച്ച് ഇനി എനിക്ക് പറ്റത്തില്ല, ഞാൻ നാളെ മുതൽ പോകുന്നില്ല മാതാവ്, എനിക്കിനി അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിന് ഞാൻ പ്രാർത്ഥിച്ച സ്ഥലത്ത് എനിക്ക് ഫുൾ റോസാപ്പൂവിൻ്റെ സുഗന്ധമാണ് എനിക്ക് അനുഭവിച്ചത്. ഭയങ്കരത്തിൽ റോസാപ്പൂവിൻ്റെ സുഗന്ധമാണ് എനിക്ക് കിട്ടിയത്. ആ ടൈമിൽ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് അമ്മ ഒന്ന് മേലിലോട്ട് കയറി വാ, എന്തോ എനിക്ക് ഭയങ്കരമാണ് അനുഭവപ്പെടുന്നു, ഒന്ന് വരാമോ എന്ന് ചോദിച്ച് അമ്മ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്തെങ്കിലും സ്മെല്ല് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് കിട്ടുന്നുണ്ട്. പക്ഷേ അത് 1-2 സെക്കൻഡ് മാത്രമേ ഉള്ളൂയിരുന്നു. അപ്പോഴത്തേക്ക് തന്നെ അത് മാറി. അപ്പോൾ തന്നെ എൻ്റെ മാതാവ് ഏത് പ്രതിസന്ധിയിലും എന്ത് വിഷമഘട്ടത്തിലും ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ സുഖമില്ലാതെ കിടക്കുന്ന എനിക്കറിയാവുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പോയി പ്രാർത്ഥിച്ച് അവർക്ക് ഉടമ്പടി തൈലം എല്ലാം പുരട്ടാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവർക്ക് സുഖം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പ്രേക്ഷക പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പത്രങ്ങളൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം പോലും മാതാവിനെ കുറിച്ച് പറയാത്ത ദിവസമില്ല. എനിക്കറിയാവുന്നവരുടെ അടുത്ത് എല്ലാ പേരെടുത്തും ഒരു ദിവസം ഞാൻ 2 പേരെടുത്തെങ്കിലും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞ് മാതാവിനെ കുറിച്ച് അവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്കെല്ലാം വരണമെന്നൊരു തോന്നലാണ്. ഞാൻ ഇന്ന് 16 പേരെയും കൊണ്ട് ഇവിടെ വന്നു. അതിൽ 8 പേര് ഇന്ന് ഉടമ്പടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ എൻ്റെ മാതാവും എൻ്റെ യേശുവും എന്നെ നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. ബൈബിൾ വായിക്കുന്നതൊക്കെ എൻ്റെ ആൻറ്റി തന്നു. ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ അറിയത്തില്ല എങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ജപമാല ചൊല്ലുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ നല്ല പോലെ ചെയ്യുന്നുണ്ട്. ഇനി എന്നും എൻ്റെ മാതാവും എൻ്റെ യേശുവും എൻ്റെ കൂടെ തന്നെ കാണും. ഇതിൽ എനിക്ക് ഇനി ഒരു മാറ്റം വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നും എൻ്റെ മാതാവ് എൻ്റെ കൂടെ കാണും. 86-ാം സങ്കീർത്തനം